Hello. Welcome back to another video of X and Y Learning. X and Yയുടെ USSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കുള്ള നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ വീഡിയോ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സോഷ്യൽ സയൻസ് ആണ് ഷദീദ് സാർ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ സോഷ്യൽ സയൻസിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൂടെ ഒക്കെ ആയിട്ട് ഓരോ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും അതിൻ്റെ സബ് ടോപ്പിക്കുകളും അതുമായി ബന്ധപ്പെട്ടൊക്കെ എക്സാമിന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നത്തെ വീഡിയോയിലും കുറച്ചധികം നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കുറച്ചധികം ഫാക്ട്സുമായിട്ടാണ് ഷദീദ് സാർ വന്നിട്ടുള്ളത്. അപ്പം ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നാലോ? ഓക്കെ, അപ്പം ഇന്നത്തെ ചോദ്യങ്ങളിൽ ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രം ഏത്? വിച്ച് ഈസ് ദ മേജർ ട്രേഡ് സെന്റർ ഓഫ് ദി ഡച്ച് ഇൻ ഇന്ത്യ? ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സൂറത്ത് ആണ് ഓപ്ഷൻ എ, ഓപ്ഷൻ ബി ആയിട്ട് കൊച്ചിയാണ് കൊടുത്തിട്ടുള്ളത്, ഓപ്ഷൻ സി ആയിട്ട് മദ്രാസും, ഓപ്ഷൻ ഡി ആയിട്ട് ഗോവയും. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ചോദ്യം ഒരിക്കൽ കൂടി നോക്കുക: ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രം. ഒരുപാട് ഫോറിൻ പവേഴ്സ്, വിദേശ ശക്തികൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ച് പറഞ്ഞു. പോർച്ചുഗീസുകാരും ഇംഗ്ലണ്ടേരും ഫ്രഞ്ചുകാരും ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ വന്നിട്ടുള്ള ഒരു കൂട്ടരാണ് ഡച്ചുകാരായിട്ടുള്ള, നെതർലാൻഡ്സിൽ നിന്നുള്ള ഡച്ചുകാരായിട്ടുള്ള ആളുകൾ. ഓക്കെ, അപ്പം ഇവരെവിടെയാണ് ഇന്ത്യയിലെ അവരുടെ പ്രധാനപ്പെട്ടുള്ള ട്രേഡ് സെൻറ്റേഴ്സ് സ്ഥാപിച്ചത് എന്നുള്ളതാണ് ചോദ്യം. സൂറത്ത് ഉണ്ട്, കൊച്ചി, മദ്രാസ്, ഗോവ. അപ്പോൾ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കൊച്ചിയാണ്. ഓപ്ഷൻ ബി കൊച്ചിയാണ്. നമ്മുടെ കേരളത്തിലെ കൊച്ചിയാണെന്ത് ഡച്ചുകാരുടെ പ്രധാനപ്പെട്ടിട്ടുള്ള വാണിജ്യ കേന്ദ്രം എന്നുള്ളത്. അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യമാണിത്. നമ്മൾ നേരത്തെ മുന്നൊരു വീഡിയോയിൽ ഹോർത്തൂസ് മലബാറിക്കസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡച്ചുകാരുടെ വലിയ സംഭാവനകളിലൊന്നാണ്. പല വിദേശ ശക്തികളും നമുക്ക് ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്നാൽ അവർ കുറച്ച് നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതിൽ നല്ല കാര്യങ്ങളിലൊന്നാണ് ഡച്ചുകാർ സംഭാവന ചെയ്തതാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്നുള്ള ഗ്രന്ഥം. ഇന്ത്യയിലെ ഔഷധ സസ്യങ്ങളുടെ കളക്ഷനെ കുറിച്ച്, ഒരുപാട് മെഡിസിനൽ പ്ലാന്റ്സ് ഉണ്ട് കേരളത്തിൽ, അതിൻ്റെ മൊത്തം കളക്ഷനും കാര്യങ്ങളും കമ്പൈൽ ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് തന്നെ ഈ ഒരു ചോദ്യം പറയുന്നുണ്ട്: The Dutch were another European force who reached India following the Portuguese. കൊച്ചി ആൻഡ് കൊല്ലം വേർ ദ ചീഫ് ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് ഇന്ത്യ. അപ്പോൾ നമ്മുടെ ചോദ്യത്തിൽ ഓപ്ഷനിൽ കൊച്ചി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അവിടെ കൊച്ചി അല്ല കൊല്ലമാണെന്നുണ്ടെങ്കിൽ കൊല്ലം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ കൊച്ചി ആൻഡ് കൊല്ലം എന്നും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കൊച്ചി ആൻഡ് കൊല്ലം സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട് കൊച്ചി ആൻഡ് കൊല്ലം. കൊച്ചിയും കൊല്ലമാണ് വേർ ദ ചീഫ് ട്രേഡ് സെൻറ്റേഴ്സ് ഓഫ് ദ ഡച്ച്. ഡച്ചുകാരുടെ പ്രധാനപ്പെട്ടിട്ടുള്ള വാണിജ്യ കേന്ദ്രം കൊച്ചിയും കൊല്ലമാണ്. പിന്നെ അതിൽ ഓരോ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. വാൻ റീഡെ എന്ന് പറയുന്ന ഡച്ച് ഗവർണറാണ് നമ്മുടെ ഹോർത്തൂസ് മലബാറിക്കസ് എന്നുള്ള ഗ്രന്ഥത്തിന്റെ കമ്പൈലേഷൻ, അതിന് ക്രോഡീകരണം നടത്തിയത്, അതിന് സ്റ്റാർട്ട് ചെയ്തത്, അതിന് തുടക്കം കുറിച്ച് ഇനീഷ്യേറ്റ് ചെയ്ത വ്യക്തിയാണ് വാൻ റീഡെ. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം. അതോടൊപ്പം തന്നെ ഹെൽപ്പ് ഓഫ് ഇട്ടി അച്യുതൻ വൈദ്യർ, ഇട്ടി അച്യുതൻ വൈദ്യരുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഈ ഒരു പുസ്തകം കംപ്ലീറ്റ് ചെയ്യുന്നത്. നമ്മുടെ മെഡിസിനൽ പ്ലാന്റ്സിന്റെ കമ്പൈലേഷൻ ആണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്നുള്ള ഗ്രന്ഥം. അതോടൊപ്പം തന്നെ മാർത്താണ്ഡവർമ്മയുമായിട്ട് ഡച്ചുകാർ യുദ്ധം നടത്തിയിട്ടുണ്ടായിരുന്നു. മാർത്താണ്ഡവർമ്മ ആരാണ്? ട്രാവൻകൂറിലെ, തിരുവിതാംകൂറിലെ രാജാവാണ്. അങ്ങനെ അദ്ദേഹവുമായിട്ട് യുദ്ധം നടത്തിയിട്ടുണ്ടായിരുന്നു. കൊളച്ചലിൽ വെച്ചിട്ട് 1741 എന്ത് ചെയ്യണത്, ഈ ഒരു യുദ്ധം നടക്കുന്നത്. അങ്ങനെ അവർ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേരാണ് ലാന്തൻസ് എന്ന് പറയുന്ന ആളുകൾ. അപ്പോൾ കൊളച്ചൽ യുദ്ധം ആരുമായി ബന്ധപ്പെട്ടാണ്? ഡച്ചുകാരുമായി ബന്ധപ്പെട്ടാണ്. ലാന്തൻസ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവർ അറിയപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ വാൻ റീഡെ എന്ന് പറഞ്ഞിട്ടുള്ള ഡച്ച് ഗവർണറാണ് ഈ ഒരു ഹോർത്തൂസ് മലബാറിക്കസിന്റെ കമ്പൈലേഷൻ ആരംഭിച്ചിട്ടുള്ളത്. പിന്നെ അതേപോലെ ഇട്ടി അച്യുതൻ വൈദ്യരുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഇത് പൂർത്തിയാക്കിയിട്ടുള്ളത്. അപ്പം ഈ ഒരു ചോദ്യത്തിൽ നിന്ന് നമുക്ക് ഒരുപാട് ഫാക്റ്റുകൾ കിട്ടില്ല. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള ഫാക്റ്റുകളാണ്. ഇത്തരം വിഷയങ്ങളൊന്നും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് പുറത്തുനിന്ന് നോക്കേ വേണ്ട. മിക്ക USSലും ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മുടെ ടെക്സ്റ്റിന്റെ ഉള്ളിൽ നിന്നുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പോൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് കടന്നാലോ? അടുത്തൊരു ചോദ്യം: ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി മാറിയത് എന്നാണ്? When did India become a sovereign democratic republic? ഇന്ത്യ ഒരു പരമാധികാര ജനാധിപത്യ രാജ്യമായിട്ട് മാറിയത് ഏത് വർഷം? കറക്റ്റ് തീയതിയും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടാണ് ഈ ഒരു ചോദ്യം. അപ്പം സ്കൂളിലെ അസംബ്ലികളും സ്കൂളിലെ പ്രത്യേക ദിനങ്ങളൊക്കെ നോക്കുന്നവർക്കും അതിൽ പങ്കെടുക്കുന്നവർക്കും അവിടുത്തെ പ്രസംഗങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ച് കേൾക്കുന്നവർക്കൊക്കെ ഇതിന് കറക്റ്റായിട്ടുള്ള ആൻസർ കിട്ടും.
കിട്ടും. കാരണം റിപ്പബ്ലിക് ഡേ ജനുവരി 26 റിപ്പബ്ലിക് ദിനം ആഘോഷിക്കാറുണ്ട് അല്ലേ. അന്ന് സ്കൂളിൽ ഇതുമായി ബന്ധപ്പെട്ട ഫാക്റ്റുകളും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അപ്പം എന്നാണോ ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് ആ ദിവസം തന്നെയാണ് ഇന്ത്യ എന്ത് ചെയ്തത് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായിട്ട് മാറിയിട്ടുള്ളത്. അപ്പം എന്നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതെന്നുള്ള ആൻസർ അറിയുന്ന ഒരാൾക്ക് എന്ത് ചെയ്യും കറക്റ്റായിട്ട് ഇതിന് ഉത്തരം പറയാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഓപ്ഷൻ എ 1940 ജനുവരി 26, ഓപ്ഷൻ ബി 1947 ജനുവരി 26, ഓപ്ഷൻ സി 1950 ജനുവരി 26, ഓപ്ഷൻ ഡി 1956 ജനുവരി 26. ഇങ്ങനെ 4 ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. അപ്പം അതിൽ എല്ലാത്തിലും ജനുവരി 26 കോമൺ ആയിട്ട് വരുന്നത്. അപ്പം 40-ലാണോ 47-ലാണോ 50-ലാണോ 56-ലാണോ ഇത് കറക്റ്റായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. ഉത്തരം സംശയമൊന്നും വേണ്ട. 1950 ജനുവരി 26 1950 ജനുവരി 26 ഇന്ത്യ ഒരു സോവറൈൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിട്ട് മാറിയത്. അന്നാണ് ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത്. അപ്പം ആ ഒരു കാര്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ട്. ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ ഭരണഘടനയിൽ ഒപ്പുവെക്കുന്ന ചിത്രമൊക്കെ കൊടുത്തിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ഓൺ 26 November 1949. This day is observed as the Constitution Day. അപ്പോൾ ഒരു ഫാക്റ്റും കൂടി നമുക്ക് കിട്ടുകയാണ്. എന്നാണ് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ദിനം നവംബർ 26 എന്ത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ദിനമായിട്ട് ആചരിക്കുന്നത്. ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ 26-നാണ്. 1949 നവംബർ 26-നാണ് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നിട്ടുള്ളത്. സാർ പറഞ്ഞതിൽ ചെറിയൊരു ഇത് വന്നിട്ടുണ്ട്. ഭരണഘടന നിലവിൽ വന്ന ദിവസമല്ല സോവറൈൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് ആയിട്ട് മാറിയത്. പിന്നീട് വന്ന അത് തീരുമാനത്തിലെത്തി റിപ്പബ്ലിക് ദിനമായിട്ട് പ്രഖ്യാപിച്ച അന്നാണ് എന്ത് ചെയ്തത് അത് ഇതായിട്ട് മാറിയിട്ടുള്ളത്. അപ്പം ആ ഒരു കാര്യം ഒന്ന് ക്ലിയർ ചെയ്യുക. 1949 നവംബർ 26-നാണ് എന്ത് ചെയ്തത് ഭരണഘടന അതിൻ്റെ പൂർത്തീകരണം പൂർത്തിയാക്കിയിട്ട് അപ്രൂവ് ചെയ്തിട്ടുള്ളത്. അന്നാണ് ആ നവംബർ 26-നാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ദിനമായിട്ട് ആചരിക്കുന്നത്. അതോടൊപ്പം നമ്മുടെ രാജ്യം റിപ്പബ്ലിക്കായിട്ട് മാറിയതെന്നാണ്. റിപ്പബ്ലിക്കായിട്ട് മാറിയതിൻ്റെ ഭാഗമായിട്ടാണല്ലോ നമ്മൾ റിപ്പബ്ലിക് ദിനം ആചരിക്കുന്നത്. അപ്പോൾ ആ ഭരണഘടന നിലവിൽ വന്നു റിപ്പബ്ലിക്കായിട്ട് ആചരിക്കാൻ തുടങ്ങിയത് 1950-ലാണ്. 1950 ജനുവരി 26-നാണ്. എന്നിട്ട് ഇന്ത്യ ബിക്കം എ സോവറൈൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഫ്രം ദാറ്റ് ഡേ. ആ ദിവസം മുതലാണ് ഇന്ത്യ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ആയിട്ട് മാറിയത്. ഓക്കെ, അപ്പം ഒരുപാട് ഫാക്റ്റുകൾ കിട്ടിയില്ല, 2-3 ഫാക്റ്റുകൾ കിട്ടി. ജവഹർലാൽ നെഹ്റു അത് പ്രിപ്പയർ ചെയ്തത് അംബേദ്കർ ആണ് എന്ത് ചെയ്തത് ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ഹെഡ് ചെയ്തത് ഡോക്ടർ BR അംബേദ്കർ ആണ്. അദ്ദേഹത്തെയാണ് ചീഫ് ആർക്കിടെക്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മുഖ്യ ശില്പി, പ്രധാന ശില്പി എന്ന പേരിലൊക്കെ അറിയപ്പെടുന്നത്. അപ്പം നവംബർ 26 1949-ലാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അപ്രൂവ് ആകുന്നതെന്നുണ്ടെങ്കിലും റിപ്പബ്ലിക് ആയിട്ട് മാറുന്നത് തൊട്ടടുത്ത വർഷം ജനുവരി 26 1950-ലാണ്. ആ ദിവസമാണ് നമ്മൾ റിപ്പബ്ലിക്കായിട്ട് ആചരിക്കുന്നത്. അന്നാണ് ഇന്ത്യ ഒരു സോവറൈൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസിനെ അറിയാം. അദ്ദേഹത്തിൻ്റെ INL ഇന്ത്യൻ നാഷണൽ ആർമി എന്നുള്ളതൊക്കെ രൂപീകരിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രബോസ്. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി, അദ്ദേഹത്തിൻ്റെ മറ്റൊരു പേരാണ് നേതാജി എന്നുള്ള പേരിലെ ആ നേതാജി എന്ന് സുഭാഷ് ചന്ദ്രബോസിനെ ആരാണ് വിശേഷിപ്പിച്ചത്? ഓപ്ഷൻ എ മഹാത്മാഗാന്ധി ഉണ്ട്, ഓപ്ഷൻ ബി ജവഹർലാൽ നെഹ്റു ഉണ്ട്, ഓപ്ഷൻ സി അംബേദ്കർ ഉണ്ട്, ഓപ്ഷൻ ഡി രവീന്ദ്രനാഥ് ടാഗോർ ഉണ്ട്. ഈ 4 പേരിൽ ആരാണ് സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്നുള്ള പേരിൽ വിളിച്ചതെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ കറക്റ്റ് ആൻസർ ചെയ്താൽ നോക്കിക്കഴിഞ്ഞാൽ യെസ്, ഓപ്ഷൻ എ മഹാത്മാഗാന്ധിയാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഓപ്ഷൻ എ മഹാത്മാഗാന്ധി അല്ലേ, നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള ഫാദർ ഓഫ് നാഷൻ ആയിട്ടുള്ള മഹാത്മാഗാന്ധിയാണ് സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്നുള്ള പേരിൽ വിളിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ബാപ്പുജി, ചാച്ചാജി എന്നൊക്കെ വ്യത്യസ്ത പേരുകളാണല്ലേ. ഗാന്ധിജിയെ നമ്മൾ വിളിക്കാറുള്ള പേരാണ് ബാപ്പുജി. അതേപോലെ ജവഹർലാൽ നെഹ്റുവിനെ വിളിക്കാറുള്ള പേരാണ് ചാച്ചാജി എന്നുള്ള പേര്. ഇവിടെ ചോദിച്ചത് നേതാജിന്ന് സുഭാഷ് ചന്ദ്രബോസിനെ വിളിച്ചത് മഹാത്മാഗാന്ധിയാണ്. അപ്പോൾ ആ ഒരു കാര്യം അറിഞ്ഞു വെക്കുക. അടുത്തായിട്ടുള്ള ഒരു ചോദ്യമാണ്, പത്തായം എന്ന പേരിൽ കേരളത്തിൽ കാർഷിക സംസ്കൃതി മ്യൂസിയം നിലവിൽ വന്ന ജില്ല ഏതാണ്? പത്തായം എന്ന പേരിൽ കേരളത്തിൽ കാർഷിക സംസ്കൃതി മ്യൂസിയം നിലവിൽ വന്ന ജില്ല ഏതാണ്? ഓപ്ഷൻസ് ഉണ്ട്. ഇൻ വിച്ച് ഡിസ്ട്രിക്ട് ഓഫ് കേരള ഡിഡ് ദ മ്യൂസിയം ഓഫ് അഗ്രികൾച്ചർ കം ഇൻടു എക്സിസ്റ്റൻസ് അണ്ടർ ദ നെയിം ഓഫ് പത്തായം? ഓപ്ഷൻ എ കോഴിക്കോട് ഉണ്ട്, ഓപ്ഷൻ ബി വയനാട് ഉണ്ട്, ഓപ്ഷൻ സി പാലക്കാട്, ഓപ്ഷൻ ഡി കാസർഗോഡ്. 4 ജില്ലകളുടെ പേര് കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് ആയിട്ടുള്ള ആൻസർ യെസ്, ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി 4ാമത്തെ ഓപ്ഷൻ ആയിട്ടുള്ള കാസർഗോഡ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ചോദ്യം ഇതായിരുന്നു, പത്തായം എന്ന പേരിൽ കേരളത്തിൽ കാർഷിക സംസ്കൃതി മ്യൂസിയം നിലവിൽ വന്ന ജില്ല ഏതാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ
കാസർഗോഡാണ്. അപ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. മഹാത്മാഗാന്ധിയാണ് നേതാജി എന്നുള്ള പേര് സുഭാഷ് ചന്ദ്രബോസിന് നൽകിയത്. അതേപോലെ ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ലീഡ് ചെയ്തിട്ടുള്ളത് അംബേദ്കർ ആണ്. കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്നത് 1949 നവംബർ 26-നാണ് അപ്രൂവ് ആയിട്ടുള്ളത്. നിലവിൽ വന്നത് എന്താണ് ജനുവരി 1950 ജനുവരി 26-നാണ്. അപ്പോൾ ആ ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഒരു ചോദ്യം കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അടുത്തൊരു ചോദ്യമാണ്, ഇന്ത്യൻ നഗരമായ ഭിലായ് ഏത് വ്യവസായത്തിൻ്റെ കേന്ദ്രമാണ്? ഓപ്ഷൻ എ തീവണ്ടി എഞ്ചിൻ നിർമ്മാണം, ഓപ്ഷൻ ബി ഇരുമ്പുരുക്ക്, ഓപ്ഷൻ സി തുണി, ഓപ്ഷൻ ഡി രാസവളം. അപ്പം ഇംഗ്ലീഷിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ? ദ ഇന്ത്യൻ സിറ്റി ഓഫ് ഭിലായ് ഈസ് എ ഹബ് ഓഫ് വിച്ച് ഇൻഡസ്ട്രി? ഓപ്ഷൻ എ കൺസ്ട്രക്ഷൻ ഓഫ് ട്രെയിൻ എഞ്ചിൻസ്, ഓപ്ഷൻ ബി അയേൺ ഇൻഡസ്ട്രി, ഓപ്ഷൻ ഡി സി ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി ആൻഡ് ഓപ്ഷൻ ഡി ഫെർട്ടിലൈസർ ഇൻഡസ്ട്രി. അങ്ങനെ 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതിൻ്റെ, ഭിലായ് എന്ന് പറയുന്ന നഗരം എന്തിൻ്റെ ഹബ്ബാണ്, ഏതിൻ്റെ വ്യവസായത്തിൻ്റെ കേന്ദ്രമാണെന്നുള്ളതാണ് ചോദ്യം. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നോക്കിയാലോ? യെസ്, അയേൺ ഇൻഡസ്ട്രിക്ക് പേര് കേട്ടുള്ള ഒരു സ്ഥലമാണ് ഭിലായ്. ഭിലായ് അയേൺ ഇൻഡസ്ട്രിക്ക് അല്ലെ, ഇരുമ്പുരുക്ക് വ്യവസായത്തിന് പേര് കേട്ടിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ ഭിലായ് എന്നറിയപ്പെടുന്ന പ്രദേശം. ഓക്കെ, അപ്പോൾ ഭിലായ് ഈ ഒരു ഫാക്ട് ചിലപ്പോൾ മുന്നേ പഠിക്കാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ഭിലായ് എന്ന് പറഞ്ഞ പ്രദേശത്ത് പ്രധാനമായിട്ട് ഇരുമ്പുരുക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. അപ്പം ഇന്ന് ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആയി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് തരാവുന്നതാണ്. അതോടൊപ്പം തന്നെ USSന് പ്രിപ്പയർ ചെയ്യുന്ന മക്കൾ എല്ലാ വീഡിയോയിലും പറയാറുള്ളത് പോലെ ഫാക്റ്റുകൾ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതി വെക്കുക. നിങ്ങൾക്ക് അതിനായിട്ടൊരു സോഷ്യൽ സയൻസ് നോട്ട്ബുക്ക് തയ്യാറാക്കി വെക്കുക. അങ്ങനെ കൃത്യമായിട്ട് പഠിച്ച് മുന്നേറിയിട്ട് നമുക്ക് ഈ വർഷത്തെ USS സ്കോളർഷിപ്പ് നേടിയെടുക്കണം. അതിന് മുഴുവൻ സപ്പോർട്ടുമായിട്ട് നിങ്ങളുടെ കൂടെ എക്സ് ആൻഡ് വൈ ലേണിംഗ് ഉണ്ട്. നിങ്ങളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി. നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങളുടെ കൂടെ എക്സ് ആൻഡ് വൈ പൂർണ്ണ സപ്പോർട്ടുമായിട്ടുണ്ട്. നിങ്ങൾ എക്സ് ആൻഡ് വൈ പറയുന്ന ഓരോ നിർദ്ദേശങ്ങളും കാര്യങ്ങളും കൃത്യമായിട്ട് ഫോളോ ചെയ്ത് സോഷ്യൽ സയൻസ് സാർ നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങി തരാനുള്ള മുഴുവൻ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും. അത് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ മതി. അതേപോലെ തന്നെ നമുക്ക് ബേസിക് സയൻസും മാത്തമെറ്റിക്സും ബാക്കി വരുന്ന വിഷയങ്ങളൊക്കെ കറക്റ്റായിട്ട് സ്കോർ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഈ വർഷത്തെ USS നമുക്ക് നേടിയെടുക്കണം മക്കളെ. അപ്പോൾ റെഡി ആയിട്ടിരിക്കുക. ഇന്ന് പഠിച്ച ഇൻഫോർമേഷൻസ് ഒക്കെ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തൊരു വീഡിയോയിൽ കൂടുതൽ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഈ ഒരു വീഡിയോ തൽക്കാലം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.